നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉത്തരവിറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. പ്രദേശവാസികൾ കഴിയുന്നത് ഭീതിയോടെ. ഇരിട്ടി പേരാവൂർ റൂട്ടിൽ കുഴികൾ അപകടക്കെണിയായി മാറുന്നു. ഇരിട്ടി താലൂക്ക് ആശുപത്രി റോഡ് തോടായി. വാർത്തകൾ വിശദമായി. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉത്തരവിറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. കൊമ്മേരി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ നിരവധി കുടുംബങ്ങൾ കഴിയുന്നത് ഭീതിയോടെ. കോളയാട് ഗ്രാമപഞ്ചായത്തിലെ കൊമ്മേരി 8ാം വാർഡിൽ കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ചിലെ തോളമ്പ്ര സെക്ഷന് കീഴിൽ കൊമ്മേരി ഗവൺമെന്റ് LP സ്കൂളിന് സമീപത്തെ നിരവധി കുടുംബങ്ങൾ കഴിയുന്നത് ഒരു ദുരന്തം മുന്നിൽ കണ്ടാണ്. വനാതിർത്തിയിലുള്ള അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റാത്തതാണ് കാരണം. താലൂക്ക് അദാലത്തിലും നവകേരള സദസ്സിലും ഉൾപ്പെടെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉത്തരവിറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കാത്തതാണ് നാട്ടുകാർക്ക് ദുരിതമാകുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുന്നെയാണ് ഈ ഇതൊക്കെ തൈയൊക്കെ നട്ടിട്ടുള്ളത്. അപ്പോൾ 75 വർഷത്തിൻ്റെ മുകളിലേക്കുള്ള മരങ്ങളാണ്. അപ്പോൾ കുറേ മരങ്ങളൊക്കെ ഇവിടുന്ന് മുറിച്ചു പോയി, ഇങ്ങനെ പഴയതായി ഉണങ്ങിപ്പോയിട്ട്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, ഈ ലൈനിൻ്റെ മുകളിൽ കഴിഞ്ഞ വർഷം ഇയാളെ വീട്ടിലേക്ക് മരം വീണിട്ട് അയാളെ വീടിനും കുറച്ച് ഡാമേജ് പറ്റി, എല്ലാം കമ്പിയൊക്കെ താഴെ പോയായിരുന്നു. ഇപ്പം നമ്മളിത് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നടപടികളും കാണുന്നില്ല. കാരണം അങ്ങനെയാണ്. കാരണം താഴേക്കടയിലുള്ള ആളുകൾ പിന്നെയും കുറച്ചൊക്കെ ഞങ്ങളുമായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിലിൽ കിടക്കുന്ന ഓഫീസർമാർ ആണ് ഇതിൽ കളിക്കുന്നതെന്ന് തോന്നുന്നു. അവർക്ക് ഇത്തരം കാര്യങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ല. അവർ ജമ്മി കുടിയാൻ അല്ലെ പണ്ടത്തെ ദിവാൻ കാലത്തുള്ള കാര്യങ്ങളെപ്പോലെ. കാരണം ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു 200 മീറ്റർ അപ്പുറം ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ തോട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫോറസ്റ്റിലേക്ക് കയറാതെ ഞങ്ങൾക്ക് അവിടത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ പറമ്പ് കിടക്കുന്നത് 100 മീറ്റർ ദിവസവും എനിക്ക് ഫോറസ്റ്റിൽ കൂടെ പോയാലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ അധികം ഉള്ളത്. അപ്പോൾ നമ്മളെന്ന് അതിൽ പോകുമ്പോൾ തന്നെ ഇവർ ചോദിക്കും, വാക്കത്തി കയ്യിലുണ്ടെങ്കിൽ അവർ ചോദിക്കുകയാണ് എവിടെ പോകുന്നു, എന്ത് പോകുന്നു, പിന്നെ മുണ്ട് കഴിച്ചിട്ടില്ലേ പ്രശ്നം. അവരോട് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുക. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മരം മുറിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഒരു ഉദ്യോഗസ്ഥനോട് മുണ്ട് മടക്കി കുത്തിയത് കഴിച്ചിടാത്തതിൻ്റെ പേരിൽ 2 മരങ്ങൾ ഇനിയും മുറിക്കാൻ കിടക്കുന്ന പണ്ട് കൊടുത്ത ഒരു അപേക്ഷ എന്നുള്ള. അങ്ങനെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുക ഈ നാട്ടിലെ ജനങ്ങൾക്ക്. ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് താഴേക്കടയിലുള്ള ആളുകൾ സഹകരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ അല്പം മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ കളിക്കുന്നതെന്ന് തോന്നുന്നത്. അപ്പോൾ അവരിൽ നിന്ന് വേണ്ട രീതിയിലുള്ള പേപ്പേഴ്സ് അങ്ങോട്ട് പോവുകയോ അവർ മേലുദ്യോഗസ്ഥരെ കണ്ട് വേണ്ട രീതിയിൽ പറയുകയോ ചെയ്യുന്നില്ല. അതാണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. താഴേക്കടയുള്ളവർ പറയും ഓക്കെയാണ്, കാരണം അവർ ഇതിലെ കൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് അവർക്കത് അറിയാൻ പറ്റും. വനാതിർത്തിയിൽ വീടുകളോട് ചേർന്ന് നിരവധി മരങ്ങളാണ് അപകട ഭീഷണിയിൽ നിലകൊള്ളുന്നത്. ശക്തമായ മഴയും കാറ്റും വന്നാൽ മരങ്ങൾ പൊട്ടിവീഴും എന്നതിനാൽ എങ്ങോട്ട് പോകുമെന്ന നിസ്സഹായാവസ്ഥയിലാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ആഗസ്റ്റ് 15-നകം മരങ്ങൾ മുറിച്ചു നീക്കിയില്ലെങ്കിൽ റേഞ്ച് ഓഫീസിന് മുന്നിൽ സ്വാതന്ത്ര്യദിനത്തിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ നടത്താൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. ഭീഷണിയായിട്ട് ഇരിക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി തലശ്ശേരിയിൽ താലൂത്ത് അടിസ്ഥാനത്തിലുള്ള സദസ്സിലും മട്ടന്നൂർ വെച്ചിലുള്ള നവകേരള സദസ്സിലും അപേക്ഷ കൊടുത്തിരുന്നു. എന്നാൽ മരം മുറിക്കാൻ ഓർഡറായെങ്കിലും കൊട്ടേഷൻ പിടിച്ചെങ്കിലും ഇതുവരെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വനംവകുപ്പ് മന്ത്രിക്കും കലക്ടർക്ക് എല്ലാം വീണ്ടും ഈ മരം മുറിച്ച് മാറ്റണം, മഴ പെയ്യുന്നത് ശക്തിയായിട്ട് മഴ പെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷയും അവർ സ്വീകരിച്ച് വെക്കുക എന്നല്ലാതെ മരം മുറിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടില്ല. ഇന്ന് റേഞ്ചറെയും അതുപോലെ തന്നെ DFOനെയും വിളിച്ചപ്പോൾ ഈ ആഗസ്റ്റ് 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ മരം മുറിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ദേശീയ പതാകയും പിടിച്ചു കാൽനട ജാതിയായി ഓഗസ്റ്റ് 15-ന് കൊട്ടിയൂർ റേഞ്ച് ഓഫീസിൽ വെച്ചിട്ട് സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത ദിവസം തന്നെ അവർക്ക് നോട്ടീസ് കൊടുത്ത് ഓഗസ്റ്റ് 15-ന് മുമ്പായി ഈ മരം മുറിക്കുന്നില്ലെങ്കിൽ അവിടെ പോയി ഒരു ദിവസത്തെ സത്യാഗ്രഹ സമരം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് തന്നെ തുടർന്നുള്ള സമരത്തിനും ഈ മരം മുറിക്കുന്നില്ലെങ്കിൽ തുടർന്നുള്ള സമരത്തിനും ഒറ്റയാൻ എന്ന നിലയിൽ ഇതിനുവേണ്ടി ഞാൻ പോരാടും എന്നാണ് പറയാനുള്ളത്. ഏകദേശം എത്ര മരങ്ങളുണ്ട് ഇത്തരത്തിൽ അപകടകരമായ മരങ്ങൾ ഇവിടെ മാത്രമല്ല. ഇന്നലെ ചെക്കേരിയിൽ ഒരു വീടിൻ്റെ നേരെ ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന തേക്ക് മരം വീണ് ആ വീടിന് വലിയ നഷ്ടം വന്നിട്ടുണ്ട്. ഇവിടെയും കൊമ്മേരിയിലും അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫോറസ്റ്റിനും എല്ലാ സ്ഥലങ്ങളിലും മരങ്ങൾ വീണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇതൊന്നും ഫോറസ്റ്റ് അധികൃതരോ പിന്നെ മറ്റുള്ള PWയിലെ റോഡ് സൈഡ് ഇപ്പോൾ ഒരു 20 തവണകൾ റോഡ് ബ്ലോക്കായി. കോളയാട് മുതൽ നെടുമ്പോയിൽ ബാരപ്പിടിക വരെയുള്ള സ്ഥലങ്ങളിൽ മരം വീണിട്ട് റോഡ് ബ്ലോക്കാകുകയാണ്. മരങ്ങൾ വീണ് ലക്ഷക്കണക്കിന് ഉറുപ്പിക KSEBക്ക് നഷ്ടം വരുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊന്നും മുറിച്ചു മാറ്റുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. കളക്ടറേറ്റിൽ യോഗം വിളിച്ചിട്ട് PWൻ്റെയും എല്ലാ പൊതുമരങ്ങളും എല്ലാം തന്നെ വീടിന് അപകടം നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തീരുമാനമായിട്ടുണ്ടെങ്കിലും ഇത് മുറിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടി പേരാവൂർ റൂട്ടിലെ കുഴികൾ അപകടക്കെണിയായി മാറുന്നു. വലുതും ചെറുതുമായ കുഴികൾ അടയ്ക്കാൻ പോലും ബന്ധപ്പെട്ടവർക്ക് സാധിക്കുന്നില്ല. ഏതൊരു സമയത്തും ഇരിട്ടി പേരാവൂർ റൂട്ടിലൂടെ പോകുമ്പോൾ ഇക്കാണുന്ന കുഴികളെല്ലാം റോഡിൽ തന്നെയുണ്ടാവും. ഒന്നും രണ്ടുമല്ല, 100-ലധികം കുഴികളാണ് വിവിധ ഇടങ്ങളിലായുള്ളത്. നിരവധി തവണ വാഹനങ്ങൾ ഇതിൽ വീണ് അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കൂടുതലും പരിക്ക് പറ്റിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയൊക്കെ ബൈക്കിന് ഭയങ്കര വിഷയമാണ്. ബൈക്ക് യാത്രക്കാർക്ക് ഭയങ്കര വിഷയത്തിലാണ്. ആക്സിഡന്റ് ഒക്കെ സംഭവിക്കും. ഭയങ്കര വിഷയം. കുഴി കാണുന്ന ബുദ്ധിമുട്ടാണ്. നേരെയുള്ള റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ റോഡിന് നടുവിലൂടെയുള്ള കുഴി ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. പലപ്പോഴും ഇതിൽ വീണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. രാത്രി ഇതുവഴി പോകുന്നവരുടെ കാര്യമാണ് കഷ്ടം. മഴ കൂടിയുണ്ടെങ്കിൽ പറയുകയേ വേണ്ട. ഈ കുഴികൾ അടക്കാൻ കോടികളൊന്നും ചിലവാക്കേണ്ട. എന്നിട്ടും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല. ഒരുപക്ഷെ ഇനിയും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാം. ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ കുഴി അടക്കുകയുള്ളൂ എങ്കിൽ പിന്നെ ആരോട് പറയാം. അതിലോട്ട് അധികം ഇങ്ങനെ ജബ്ബാർക്കട വഴി ഇരട്ടിക്കേക്ക് പോകുന്ന സമയത്ത് മഴയുള്ള സമയത്താണെങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് ഫുള്ള് കുണ്ടാം. നേരെ ടയറ് കുണ്ടിലേക്ക് വീണ് ടയറെല്ലാം ഫുള്ള് പോയി. അങ്ങനത്തെ അവസ്ഥയുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും വണ്ടിക്കൊണ്ട് ഇടിക്കും. ഫുള്ള് എന്ന് പറയേണ്ട അങ്ങനത്തെ അവസ്ഥയുള്ളത്. മഴയാണെങ്കിൽ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് കുണ്ട് കാണുകയില്ല. വെള്ളവും കാര്യങ്ങളില്ല. പിന്നെയും കൊണ്ട് കുറേ വെട്ടിച്ചിട്ട് അങ്ങനെ പോകും. അങ്ങനത്തെ അവസ്ഥയുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ വീട് തകർന്നു. നെടുമ്പോയിൽ ചെക്കേരിയിലെ കണ്ടത്തിൽ പത്മനാഭന്റെ ചിമ്മിനി ഉൾപ്പെടെയുള്ള വീടിന്റെ അടുക്കള ഭാഗമാണ് മരം വീണ് തകർന്നത്. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വൻ മരം കടപുഴകി വീണു. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടത്തിന് മുകളിലാണ് കനത്ത കാറ്റിൽ മരം കടപുഴകി വീണത്. സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വൻ മരം കടപുഴകി വീണു. അപകടം ഒഴിവായത് തലനാരിഴക്ക്. മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിടത്തിന് മുകളിലാണ് വൻമരം കടപുഴകി വീണത്. സ്റ്റാഫ് റൂമിന് സമീപത്തുള്ള ഉപയോഗശൂന്യമായ കെട്ടിടത്തിലേക്കാണ് മരം കടപുഴകി വീണത്. ഉപയോഗശൂന്യമായ കെട്ടിടമായതിനാൽ തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത്. കനത്ത കാറ്റിൽ മരം പൂർണ്ണമായും കെട്ടിടത്തിലേക്ക് ചായുകയായിരുന്നു. കെട്ടിടത്തിന് അപകട ഭീഷണിയായി നിലകൊണ്ടിരുന്ന മരമായിരുന്നു ഇതെന്നും തികച്ചും അപ്രതീക്ഷിതമായാണ് സംഭവം ഉണ്ടായതെന്നും അധ്യാപകർ പറഞ്ഞു. മരം കടപുഴകി വീണതിനെ തുടർന്ന് കെട്ടിടം തന്നെ ഇപ്പോൾ അപകട ഭീഷണിയിലാണ്. കെട്ടിടത്തിന് മുകളിലെ ഓടുകൾ ഏതു നിമിഷവും താഴെ വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. കെട്ടിടം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നേരത്തെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നു. കെട്ടിടം പൊളിച്ചു നീക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് അധ്യാപകർ പറയുന്നത്. കെട്ടിടത്തിന് മുകളിൽ വീണ മരം അധ്യാപകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മുറിച്ചു നീക്കി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പഠിച്ചത് പൊതുവിദ്യാലയത്തിൽ, ലഭിച്ചത് 3 കോടി രൂപയുടെ സ്കോളർഷിപ്പ്. ഇരിട്ടി വിളക്കോട് സ്വദേശിനി സങ്കീർത്തനയാണ് അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ 3 കോടി രൂപയുടെ റിസർച്ച് സ്കോളർഷിപ്പിന് അർഹയായത്. അമേരിക്കയിലെ ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ചിന് 3 കോടി 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭിച്ച സന്തോഷത്തിലാണ് ഇരിട്ടി വിളക്കോട് സ്വദേശിനി PA സങ്കീർത്തന. കെമിക്കൽ ബയോളജിക്കൽ 5 വർഷത്തേക്കുള്ള റിസർച്ചിനായി സ്റ്റൈപ്പൻഡ്, ഇൻഷുറൻസും ഉൾപ്പെടെയാണ് ലഭിക്കുക. ഐസറിൽ നിന്നും VS MS കോഴ്സ് പൂർത്തിയാക്കിയ സങ്കീർത്തന ജപ്പാനിലെ ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലും ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലും കിഡാസെറ്റു യൂണിവേഴ്സിറ്റിയിലും ഗവേഷണം നടത്തി. ഐസറിലെ പ്രൊഫസർ സബാവാക്കി ഗോകുലിൻ്റെ നേതൃത്വത്തിൽ ക്യാൻസറിൻ്റെ ലൈറ്റ് തെറാപ്പിക്കാവശ്യമായ ഡൈകൾ നിർമ്മാണത്തിലാണ് ഗവേഷണം നടത്തിയത്.
സങ്കീർത്തന. ഞാൻ ഐസർ തിരുവനന്തപുരത്തിൽ നിന്നാണ് BSMS ഡുവൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. ഞാൻ GUPS മുഴക്കുന്ന് കൗമ്പടി ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഞാൻ ഐസറിൽ ജോയിൻ ചെയ്തത്. ഐസറിൽ 5 വർഷത്തെ കോഴ്സാണ് ഐസറിൽ. ആദ്യത്തെ 2 വർഷം നമുക്ക് ബേസിക് സയൻസ് ആണ്. അതിനുശേഷം നമുക്ക് മേജർ കോഴ്സും മൈനർ കോഴ്സും നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ കെമിസ്ട്രി മേജറും ബയോളജി മൈനറും ആണ് ചൂസ് ചെയ്തത്. ആദ്യത്തെ വർഷം തന്നെ ഞാൻ എൻ്റെ റിസർച്ച് ലാബിൽ ഓരോ റിസർച്ച് ലാബിൽ എനിക്ക് ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ കോഴിക്കോട് NITയിലെ ഡോക്ടർ ചിന്നയ്യ സ്വാമിയുടെ കീഴിൽ എനിക്ക് ഒരു റിസർച്ച് ചെയ്യാനും ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ബയോളജിയിൽ ജെനറ്റിക്സിൽ ഞാൻ എൻ്റെ മൈനർ പ്രോജക്റ്റ് തീസിസ് കംപ്ലീറ്റ് ആക്കി. പൊതുവിദ്യാലയത്തിലാണ് ഈ കൊച്ചുമിടുക്കി പഠിച്ചത് എന്നുള്ളതാണ് ഈ നേട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത. മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിലെ പ്രാഥമിക പഠനത്തിന് ശേഷം കാവുമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ SLC പൂർത്തിയാക്കി. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 99% മാർക്കോടെ +2 പഠനവും പൂർത്തിയാക്കി. NIT, MBBS എന്നിവയിൽ പ്രവേശനം ലഭിച്ചെങ്കിലും ഐസറിൽ റിസർച്ച് ചെയ്യുകയായിരുന്നു സങ്കീർത്തന. ഞാൻ കെമിസ്ട്രിയിൽ നമ്മുടെ മോഡേൺ മെഡിസിൻ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ തെറാപ്യൂട്ടിക് ഡൈ ഉണ്ടാക്കുകയും അതിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മുടെ ഐസർ തിരുവനന്തപുരവും ജപ്പാനിലെ ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി തമ്മിലുള്ള കൊളാബറേഷനിൽ പാർട്ടാവുകയും അവിടെ പോയി റിസർച്ച് ചെയ്യാനും പറ്റി. അതുകൂടാതെ ഒത്തിരി പ്രൊജക്ട്സുകൾ എനിക്ക് ജപ്പാനിൽ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായി ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലും കിറ്റാസോട്ടോ യൂണിവേഴ്സിറ്റിയിലും പോയി റിസർച്ച് ചെയ്യാനും അവസരം ലഭിച്ചു. ശേഷം ഞാൻ തിരിച്ച് ഐസറിൽ വന്ന് എൻ്റെ റിസർച്ച് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായി എനിക്കൊരു റിസർച്ച് പേപ്പർ കൂടെ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. അടുത്ത 3ാമത്തെ പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അമേരിക്കയിലെ ഇൻഡ്യാന യൂണിവേഴ്സിറ്റിയിലാണ് PhDക്ക് അവസരം ലഭിച്ചിട്ടുള്ളത്. 5 വർഷത്തെ PhD പഠനത്തിനാണ് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ചെലവും ഇൻഷുറൻസും സ്റ്റൈഫൻഡും കൂടി 5 വർഷത്തേക്ക് 3,10,00,000 രൂപയാണ് എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഐസറിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. സ്പെയർ സ്കോളർഷിപ്പും ഈ കൊച്ചുമിടുക്കിയെ തേടിയെത്തിയിട്ടുണ്ട്. കാവുമ്പടി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ PK അനിൽകുമാറിൻ്റെയും ആർളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക PC സവിതയുടെയും മകളാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 2 തവണ ഇംഗ്ലീഷ് പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനവും സങ്കീർത്തന കരസ്ഥമാക്കിയിരുന്നു. എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് പ്രോത്സാഹനം തന്നത്. നമ്മൾ കുട്ടികൾ പഠിക്കുമ്പം കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം അതിനൊക്കെ എനിക്ക് മറികടക്കാൻ സഹായിച്ചത് എൻ്റെ അച്ഛനും അമ്മയാണ്. കൂടാതെ എൻ്റെ റിസർച്ച് ഗൈഡായ ഡോക്ടർ ഗോകുൽനാഥ് സർ, ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഡോക്ടർ ചിന്നയ്യ സ്വാമി, ഡോക്ടർ മസാതോഷി ഇഷ്ത, ഇവരൊക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാളവികയാണ് സഹോദരി. വിളക്കോട് നിന്നും ഉന്മേഷ്, ഹൈവിഷൻ ന്യൂസ്. ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് ഇരട്ടി മട്ടന്നൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ പെയ്താൽ തോടായി ഇരട്ടി താലൂക്ക് ആശുപത്രി റോഡ്. പയഞ്ചേരിമുക്കിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ തോടായി മാറിയത്. ഇക്കാണുന്നത് ഒരു ഗ്രാമപ്രദേശമല്ല. ഇരിട്ടി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള റോഡിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരൊറ്റ മഴ പെയ്താൽ റോഡ് പിന്നെ തോടായി മാറും. ഇതേക്കുറിച്ച് അറിയാത്തവർ ഇത് തോടാണെന്ന് കരുതി ഇതിലേക്ക് ഇറങ്ങാറേയില്ല. ഇരിട്ടി നഗരസഭയുടെ അധീനതയിലുള്ള റോഡ് കൂടിയാണിത്. ഇരിട്ടി പൈഞ്ചേരിമുക്കിൽ നിന്നും ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന റോഡാണ്. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും മറ്റ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പോകുന്ന റോഡ് കൂടിയാണിതെന്ന് അധികൃതർ ഓർക്കേണ്ടതുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എല്ലാ മഴക്കാലത്തും ഇങ്ങനെയാണ്. റോഡിൽ ഓവുചാലില്ലാത്തതാണ് ഇത്തരത്തിൽ റോഡിലൂടെ വെള്ളം ഒഴുകാൻ കാരണമാവുന്നത്. ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നാമത് മെയിനായിട്ട് പറയാൻ പറ്റിയത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ്, താലൂക്ക് ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണ്. അതുപോലെ പിന്നെ ഹൈസ്കൂൾ റോഡുമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിരവധി വാഹനങ്ങളും ആൾക്കാരും ആംബുലൻസ് അടക്കം നിരവധി ആൾക്കാർ പോകുന്ന സ്ഥലമാണ്. ഇത്രയുള്ള പ്രായോഗികമായിട്ട് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുമെന്ന് ആൾക്കാർക്ക് പറയാം. ഇപ്പോൾ ഇങ്ങനെ ഇത്രയും മഴ വെള്ളമല്ല, ഇതെല്ലാം മെയിൻ റോഡിലേക്കല്ലേ പോകുന്നത്? മെയിൻ റോഡിലേക്ക് എത്തി അവിടെ നിന്നും പോകാൻ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ട്രാഫിക് ബ്ലോക്കാകുന്ന പിന്നെ സിഗ്നൽ ബോർഡിലെ സ്ഥലമാണ്, സിഗ്നൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതേ സമയത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അന്നേരം ആ ബ്ലോക്കിൻ്റെ സമയത്ത് വെള്ളം കൂടി പോകുമ്പോൾ ജനങ്ങൾക്ക് കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിരവധി ആക്സിഡൻ്റ് ആകാനുള്ള എല്ലാ സാധ്യതകൾ ഇഷ്ടംപോലെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ഈ ഓവുചാലൊന്നും ഇല്ലേ ഇവിടെ? 2 സ്ഥലത്ത് ഓവുചാലില്ല. ഇപ്പോൾ കാണുന്നത് തന്നെ നമ്മൾ 2 ഭാഗത്തും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കൂടിയാണ് വെള്ളം പോകുന്നത്. ഈ 2 ഭാഗത്തും ഓവുചാലുണ്ടെങ്കിൽ റോഡ് നന്നായിട്ടുണ്ടാകും, ബാക്കി യാത്രക്കാർക്കും സുഖമായിട്ട് പോകാം, ട്രാഫിക് ബ്ലോക്ക് ആവില്ല. അവിടെ ട്രാഫിക് ബ്ലോക്കിൻ്റെ സ്ഥലത്ത് തന്നെ ആൾക്കാർ മാറിയിരിക്കും. പലപ്പോഴും പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്, ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകിയെത്തുന്നതാകട്ടെ തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിലേക്കാണ്. റോഡിലൂടെ വെള്ളം ഒഴുകാതിരിക്കാൻ പല സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമെങ്കിലും ജനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടട്ടെ എന്ന് കരുതുകയാണ് നമ്മുടെ ഭരണകർത്താക്കൾ. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.
പേരാവൂർ ഇരിട്ടി റോഡിൽ കല്ലേരിമലയ്ക്ക് സമീപം റോഡിലേക്ക് മരം പൊട്ടി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. പേരാവൂർ ഇരിട്ടി റോഡിൽ കല്ലേരിമലയ്ക്ക് സമീപം മരം പൊട്ടി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. ചൊവ്വാഴ്ച വൈകുന്നേരം 5:30യോടെയാണ് കല്ലേരിമല പെട്രോൾ പമ്പിന് സമീപത്തായി മരത്തിന്റെ ശിഖരം പൊട്ടി വീണത്. മരത്തിന്റെ ശിഖരം വൈദ്യുത ലൈനിൽ പതിച്ചതിനാൽ വൈദ്യുത പോസ്റ്റ് തകർന്നത് മൂലമാണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത്. പേരാവൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും KCB ജീവനക്കാരും ചേർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ക്യാളകം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പരിപാടി ആരംഭിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം മഞ്ഞളാംപുറം UP സ്കൂളിൽ ക്യാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് നിർവഹിച്ചു. പഞ്ചായത്ത് തല പ്രഭാത ഭക്ഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കൃത്യമായി വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിനും അവരുടെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി ക്രമീകരിക്കുന്നതിനുമായി കേളകം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രഭാത ഭക്ഷണ പരിപാടി ആരംഭിച്ചു. കേളകം പഞ്ചായത്ത് തല ഉദ്ഘാടനം മഞ്ഞളാമറം UP സ്കൂളിൽ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് നിർവഹിച്ചു. പട്ടികവർഗ മേഖലയിലെ പല വിദ്യാർത്ഥികളും വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ പ്രയാസമുള്ളതിനാൽ സ്കൂളിൽ കൃത്യമായി എത്താത്ത ഒരു സാഹചര്യത്തിലാണ് കേളകം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷമായി കേളകം പഞ്ചായത്തിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി നടപ്പാക്കി വരികയാണ്. അതിൽ ഈ വർഷത്തെ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ മഞ്ഞളാംപുറം UP സ്കൂളിൽ നടത്തിയിട്ടുള്ളത്. വളരെ നല്ല നിലയിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ, ചില ദിവസം അപ്പവും കറിയുണ്ട്, വ്യത്യസ്തങ്ങളായ ഇനങ്ങളാണ് കൊടുക്കുന്നത്. പാലും മുട്ടയും കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുന്നു. ഇത് വളരെ ഗുണം ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കുറേയേറെ കുറഞ്ഞിട്ടുണ്ട്. പല കുട്ടികൾക്കും പ്രയാസമുള്ളവർക്ക് എല്ലാം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. ഉച്ചഭക്ഷണം സർക്കാരിൻ്റെ വകയുണ്ട്. അപ്പം നല്ല നിലയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തേക്ക് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകളെല്ലാം നല്ല നിലയിൽ തന്നെ സഹകരിച്ചു വരുന്നുണ്ട്. വാർഡ് മെമ്പർ സുനിത രാജു വാത്യാട്ട് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസസ് PD റോസമ്മ, ഷാജു അലക്സ്, അഖില സജി, ജോയ്സ് ജോർജ്, മദർ PTA വൈസ് പ്രസിഡന്റ് ഷീന പ്രശാന്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന, അതായത് ഈ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഏർപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് പ്രഭാത ഭക്ഷണം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണത് നൽകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ കേളകം ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു പദ്ധതി സ്കൂളുകളിൽ എല്ലാ വർഷവും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കുട്ടികൾക്ക് അത് ലഭിച്ചിരുന്നു. ഇതുമൂലം കുട്ടികൾ കൃത്യമായി സ്കൂളിൽ വരികയും അവരുടെ പഠന പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി കൊണ്ടുപോകാനും സാധിക്കുന്നു. അതിന് ഈ പദ്ധതി ഇവിടെ ഏർപ്പെടുത്തി തന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും ടീമംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചിങ്ങം 1 കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കേളകം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് അധ്യക്ഷത വഹിച്ചു. ചിങ്ങം 1 കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കേളകം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കമ്മ മേലെക്കുറ്റ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടോമി പുളിക്കക്കണ്ടം, സജീവൻ പാലുമി, പ്രീത ഗംഗാധരൻ, കൃഷി ഓഫീസർ KG സുനിൽ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആഗസ്റ്റ് 17 ചെട്ടിയാമ്പറമ്പ് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പാരിഷ് ഹാളിൽ കർഷക ദിന പരിപാടി സംഘടിപ്പിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കർഷകരെ ആദരിക്കൽ, കലാപരിപാടികൾ, കാർഷിക പ്രദർശനം എന്നിവയും ഉണ്ടാകും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി വൈകുന്നേരം 5 മണിക്ക് സമാപിക്കും. സംഘാടക സമിതി ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷും കൺവീനറായി കൃഷി ഓഫീസർ KG സുനിലിനെയും തെരഞ്ഞെടുത്തു. 250-300 രൂപ മിനിമം വരുന്ന തയ്യത്തിൽ 300 പേർക്ക് 1 ലക്ഷം രൂപയുടെ സമ്മാനം തന്നെ നമുക്ക് വേണ്ടി വരും. അതുകൂടാതെ നമുക്ക് പശുക്കുട്ടിയും ആട്ടിൻകുട്ടിയൊക്കെ നമുക്ക് വേറെയുണ്ട്. ആട്ടിൻകുട്ടിയുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഐശ്വര്യം വെച്ച് നമ്മൾ നറുക്കെടുത്ത ആട്ടിൻകുട്ടിയെ കിട്ടിയത് പ്രസിഡന്റിന്റെ വാർഡിൽ ഒരു ചേച്ചിക്ക് കിട്ടി. പേര് ഞാൻ മറന്നുപോയി. ആ ചേച്ചി കഴിഞ്ഞ വർഷം തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ആട്ടിൻകുട്ടി ചെല പിടിച്ചിട്ടുണ്ട്, പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലം ആട്ടിൻകുട്ടി നമുക്ക് തരാമെന്ന്. അപ്പൊ ഞാൻ ആട് പ്രസവിച്ചു, നല്ലൊരു ആട്ടിൻകുട്ടിയുണ്ട്. അപ്പൊ ആട്ടിൻകുട്ടിയെ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി ചേച്ചി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടക്കുന്ന ഹരിത ടൂറിസം ക്യാമ്പയിനിൽ ഇടം നേടിയ കേളകം കാലുകാച്ചി ടൂറിസം കേന്ദ്രത്തിലേക്ക് പഞ്ചായത്ത് ഹരിത കർമ്മസേന ശുചിത്വ ഉപകരണങ്ങൾ കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടക്കുന്ന ഹരിത ടൂറിസം ക്യാമ്പയിനിൽ ഇടം നേടിയ കേളകം പാലുകാച്ചി ടൂറിസം കേന്ദ്രത്തിലേക്ക് പഞ്ചായത്ത് ഹരിത കർമ്മസേന ശുചിത്വ ഉപകരണങ്ങൾ കൈമാറി. കേളകം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് ഉദ്ഘാടനം ചെയ്തു.
ഇവിടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട നിലയിൽ നടക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട പഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ അതിലൊന്ന് നമ്മുടെ പഞ്ചായത്തുണ്ടാവും. വളരെ പ്രയാസപ്പെട്ടാണ് അവർ ഈ പ്രവർത്തനം നടത്തുന്നത് എല്ലാവർക്കും അറിയാം. പല വീടുകളിൽ നിന്നും കൃത്യമായിട്ട് യൂസർ ഫീ കൊടുക്കാത്ത നിലയുണ്ട്, മാലിന്യങ്ങൾ തരംതിരിച്ചു കൊടുക്കാത്ത നിലയുണ്ട്, അതുപോലെ കുറേയേറെ അവഹേളനം പല സ്ഥലത്തൊന്നും നേരിട്ടുകൊണ്ടാണ് നമ്മുടെ ഹരിതകർമ്മസേന ഈ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴയത്തും വെയിലത്തും എല്ലാ സമയത്തും അവർ വീട് കയറുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വലിയ മേഖലയാണ്, ജനസംഖ്യ കുറവാണ്, വീടുകളുടെ എണ്ണം കുറവാണെങ്കിലും വലിയ ഭൂപ്രദേശം ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാസം കൊണ്ട് വർക്ക് തീർക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ് അവർ തീർക്കുന്നത്. എങ്കിലും ആ പ്രവർത്തനം അവർ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ മറ്റ് അനുബന്ധമായിട്ട് മാതൃകാപരമായ മറ്റ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവർ നടത്തിവരികയാണ്. അതിലൊന്നാണ് ഒരു ഹരിത സംരംഭം. അതിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നമുക്ക് ഈ വരുന്ന ആഴ്ച നടത്തേണ്ടതായിട്ടുണ്ട്. കല്യാണ വീടുകളിലേക്കും അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം പാചകം ചെയ്യുന്ന പാത്രങ്ങളും ഭക്ഷണം കൊടുക്കാനുള്ള പ്ലേറ്റുകളും ഗ്ലാസുകളും അടക്കം ഒരു സംരംഭം, ഹരിത സംരംഭം അവർ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന വിഷയം, പല സ്ഥലത്തും മാലിന്യങ്ങൾ ഇടുന്ന ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് കിട്ടാനില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ഹരിതകർമ്മസേന പ്രസിഡന്റ് ബിന്ദു റജി അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേന സെക്രട്ടറി റൈഹാനത്ത്, ജോർജ് കുട്ടി കുപ്പക്കാട്, നിഷാദ് മണത്തണ, KP ഷാജി മാസ്റ്റർ, പ്രീത ഗംഗാധരൻ, മോളി തങ്കച്ചൻ എന്നിവർ പങ്കെടുത്തു. അവരുടെ കയ്യിൽ ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ വന്നതിന് ശേഷം ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ പേപ്പറുകളോ നിക്ഷേപിക്കാനുള്ള പാത്രങ്ങൾ ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹരിതകർമ്മസേന ഇത്തരത്തിലൊരു സംവിധാനത്തിൽ അവരുടെ കൺസോർഷ്യത്തിന് തുക മുടക്കി, അവരധ്വാനിക്കുണ്ടാക്കുന്ന തുക മുടക്കിക്കൊണ്ട് ശുചിത്വത്തിന് ഒരു മാതൃകയാകുന്ന ലക്ഷ്യത്തിലാണ് ഈ സാധനങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവർക്ക് വേണം ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് കുടിക്കാൻ വെള്ളം, അതേപോലെ തന്നെ കൈ കഴുകുന്നതിന് ഹാൻഡ് വാഷ്, സാനിറ്റൈസർ ഉൾപ്പെടെ അവരുടെ അധ്വാനിച്ച പൈസ കൊണ്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ടൂറിസം കേന്ദ്രത്തിലെത്തുന്നവർക്ക് തരംതിരിച്ച് പാഴ്വസ്തുക്കൾ നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകൾ, കുടിവെള്ള സംഭരണ പാത്രം, സാനിറ്റൈസർ, ഹാൻഡ് വാഷ് എന്നിവയാണ് നൽകിയത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3-ലെ ക്ലബ്ബ് ഭാരവാഹികളുടെയും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളുടെയും സംയുക്ത യോഗം തളിപ്പറമ്പ് NSS ഹാളിൽ വെച്ച് നടന്നു. യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3-ലെ ക്ലബ്ബ് ഭാരവാഹികളുടെയും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളുടെയും സംയുക്ത യോഗം തളിപ്പറമ്പ് NSS ഹാളിൽ വെച്ച് നടന്നു. ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ CV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യ പ്രഭാഷണം രണ്ടാളിൽ ഒരാളായിരുന്നു. ഒന്നുകിൽ KM സ്കറിയാച്ച്, അല്ലെങ്കിൽ അതിനകത്ത് ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇടക്ക് രീതിയായിരുന്നു വടക്കാദ്യം. ഡിസ്ട്രിക്ട് ഗവർണർ KV പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് സെക്രട്ടറി CV വിനോദ് കുമാർ, ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ്, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഉപദേശകരായ അഡ്വക്കേറ്റ് MK വേണുഗോപാൽ, ജോർജ് ജോസഫ്, റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ, ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. എർത്ത് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചു. കരവംചാൽ വെള്ളാട് മാവുംചാൽ സ്വദേശി മാത്യു എന്ന ബെന്നിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. സോളിയാണ് ഭാര്യ. നിഖിൽ, നിധിൻ എന്നിവർ മക്കളാണ്. മരുമകൾ അലീന. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് മാവുംചാൽ സെന്റ് ജോർജ് ചർച്ച് ദേവാലയ സെമിത്തേരിയിൽ. വേക്കളം ഗവൺമെന്റ് UP സ്കൂളിൽ ചാന്ദ്രദിനാചരണം നടത്തി. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ചാണ് വേക്കളം ഗവൺമെന്റ് UP സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പ്രധാനാധ്യാപകൻ TD വിൻസെന്റ് ചാന്ദ്രദിന സന്ദേശം നൽകി. പോസ്റ്റർ നിർമ്മാണം, ബഹിരാകാശ സഞ്ചാരികളുമായുള്ള അഭിമുഖം, സ്കിറ്റ് അവതരണം, റോക്കറ്റ് നിർമ്മാണം, ക്വിസ് മത്സരം എന്നിവയും സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി. 1969 ജൂലൈ 21 രാത്രി 10:56 ഞാൻ ചന്ദ്രനിൽ കാലുകുത്തി. ആ ചരിത്ര നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിവരിച്ചിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ നീൽ ആംസ്ട്രോങ്? തീർച്ചയായും എഡ്വിൻ. കേവലം ഒരു ചുവടുവയ്പ് മാത്രം. മാനവരാശിക്ക് അതൊരു വലിയ കുതിച്ചുചാട്ടം എന്നാണ് എന്റെ വാക്കുകൾ. എന്താണ് പറയേണ്ടതെന്ന് ആ നിമിഷം ഞാൻ നിശ്ചയിച്ചിരുന്നില്ല. എന്നിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുവിപ്പിക്കുമായിരുന്നു. ആ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ്, അല്ലേ കോളിൻസ്? തീർച്ചയായും എഡ്വിൻ.
അവിടെ ഇറങ്ങുമ്പോൾ കണ്ട കാഴ്ചയെ ഗംഭീരം, ശൂന്യം എന്നൊക്കെയായിരുന്നു ഞാൻ വിശേഷിപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയെ കാണുന്നത് കറുത്ത ആകാശത്തിലെ തിളങ്ങുന്ന രത്നം പോലെയാണ് കൂട്ടുകാരെ. ചന്ദ്രന്റെ ഉപരിതലം എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ നീലാംസ്ട്രോങ്. അതെ, ഭൂമിയുടെ ഉപരിതലം പോലെയല്ല ചന്ദ്രന്റെ ഉപരിതലം. അവിടെ ഒരു ജീവന്റെ തുടിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. നിറയെ ചരലുകളും മണൽ വൃക്ഷങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഭാരക്കുറവ് വേറിട്ടൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തെ നിയന്ത്രിക്കുക എന്നതായിരുന്നു എന്റെ കർത്തവ്യം. ഇന്ന് നാം ഉപയോഗിക്കുന്ന പല സാങ്കേതിക വിദ്യകളും ഇന്ന് ചാന്ദ്രയാത്രയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇനിയും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഇനിയുള്ള കാലം നിങ്ങളുടേതാണ്. അധ്യാപകരായ അനൂക്കാരായി, PK ഹാജിറ, TC ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. അടക്കാത്തോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ചാന്ദ്രദിനം സംഘടിപ്പിച്ചു. മുൻ ഹെഡ് മാസ്റ്ററും ഫിസിക്സ് അധ്യാപകനുമായ VC ജോൺ ഉദ്ഘാടനം ചെയ്തു. അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ചാന്ദ്ര ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ ജോസ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഹെഡ്മാസ്റ്ററും ഫിസിക്സ് അധ്യാപകനുമായ VC ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. MM റിജോയ്, KV ജസീന്ത എന്നിവർ സംസാരിച്ചു. സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചന്ദ്രനെ തേടി ദൃശ്യാവിഷ്കാരവും നടത്തി. CJ ബിജോയ്, ശിവന്യ P, ആൻമേരിയ മാത്യു, ആൻമേരിയ ജോൺ, മുഹമ്മദ് അൽതാഫ്, മുഹമ്മദ് റസൽ എന്നിവർ നേതൃത്വം വഹിച്ചു. ചാന്ദ്രദിന കിസ്, പോസ്റ്റർ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. വലിയ പാറക്കെട്ടുകളും പർവ്വതങ്ങളും ഗർത്തങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ചന്ദ്രോപരിതലം. ചന്ദ്രോപരിതലത്തിലെ പൊടി തൊടുമ്പോൾ മഞ്ഞ് പോലെ അനുഭവപ്പെട്ടു. ഉൽക്കാമനത്തിൽ നിന്ന് പുറപ്പെടുന്ന സിലിക്കൺ ഡയോക്സൈഡ് ആണ് ഇതിന്റെ പ്രധാന ഘടകം. ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ എന്നിവയുടെ പതനം മൂലമുണ്ടായ വലിയ ഗർത്തങ്ങളാൽ നിറഞ്ഞതാണ് ചന്ദ്രോപരിതലം. ചന്ദ്രോപരിതലത്തിൽ അഴുക്കലുള്ളതായി അനുഭവപ്പെട്ടു. നിങ്ങളുടെ മടക്കയാത്രയെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒന്ന് വിവരിക്കാമോ? മടക്കയാത്രക്കായി എഡ്വിനും ആംസ്ട്രോങ്ങും ഈഗിളിൽ പ്രവേശിച്ചു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും ഉയർന്ന് കൊളംബിയയിൽ എനിക്കൊപ്പം ചേർന്നു. ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഈഗിളിനെ പേടകത്തിൽ നിന്നും വേർപെടുത്തി ഉപേക്ഷിച്ചു. 3 ദിവസം നീണ്ട സഞ്ചാരം കഴിഞ്ഞ് പേടകം സമുദ്രത്തിൽ സുരക്ഷിതമായി തിരിച്ചിറങ്ങി. 8 ദിവസം നീണ്ട യാത്രയുടെ അവസാനമായിരുന്നു അത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരട്ടിത്തന്തോട് ജീവനം ആയുർവേദ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബിൽ പ്രശസ്ത ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഹാജി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ ആരംഭിച്ചു. ഇരട്ടിത്തന്തോട് ജീവനം ആയുർവേദ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബിൽ പ്രശസ്ത ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഹാജി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ ആരംഭിച്ചു. എല്ല്, നാഡീഞരമ്പ് രോഗങ്ങൾക്ക് ഒറ്റ ദിവസത്തെ ചികിത്സയാണ്. പ്രശസ്ത സന്ധിവാത രോഗവിദഗ്ധൻ അബ്ദുൽ നാസർ, ENT ഡോക്ടർ സലീം, വാതരോഗ വിഭാഗം ഡോക്ടർ ഇബ്രാഹിം, സ്ത്രീരോഗങ്ങൾക്ക് മാത്രമായി ഡോക്ടർ ശ്രുതി, ഡോക്ടർ സ്നേഹ തുടങ്ങിയവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. നട്ടെല്ലിന് ഫലപ്രദമായ ചികിത്സ, നടുവേദനയ്ക്ക് ശാശ്വത പരിഹാരം, ഉപ്പൂറ്റി വേദനയ്ക്ക് ശാശ്വത പരിഹാരം, വെരിക്കോസ് വെയിന് ഒറ്റ ദിവസത്തെ പ്രത്യേക ചികിത്സ, എല്ല്, നാഡി ഞരമ്പുകൾക്ക് ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ്. നമ്മൾ ഈ ചില പേഷ്യൻസിൻ്റെ തകരാറുകൾ വളരെ ചെറിയതായിരിക്കാം. ഈ ചെറിയ തകരാറുകൾ പല സ്ഥലത്തും പോയി. ഇപ്പം ഉള്ളി 1 മാസത്തിലേറെയായി. നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ, കൈ പൊങ്ങൂല, ഇവിടം വരെ പൊങ്ങിയില്ലായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് ഇല്ല, നിങ്ങൾ കണ്ണിന് മുമ്പിൽ തന്നെയാണ് 2 മിനിറ്റ് കൊണ്ട് നമുക്കത് നേരെയാക്കി പൊക്കി കൊടുത്തു. അപ്പോൾ അത് വളരെ ചെറിയ സംഭവമേ ഉള്ളൂ. ഇത് കാണിച്ച് എന്താവും, അത് വലിയതാക്കി മാറി. അങ്ങനെ ഇട്ടേച്ച് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി, വർക്കിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു ചെറിയ ഞങ്ങളെ ഒരു അറിവാണ്, ഞങ്ങളെ പ്രാക്ടിക്കൽ കഴിവാണ്. അതുകൊണ്ട് അവർക്കത് ഇപ്പം തന്നെ അത് നേരെയായി ഞങ്ങളെ കൺമുമ്പിൽ തന്നെ. അത് നിങ്ങൾ വന്നത് ഏതായാലും ആ സമയത്ത് വന്നത് ഭാഗ്യമായി എന്ന് കാണാൻ. ഇതിന് മുമ്പ് അതേപോലെ തന്നെ പേഷ്യൻസ് നമുക്ക് അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൈ പൊങ്ങാതെയും കാല് അരക്ക് കീപ്പോട്ട് നടക്കാൻ പറ്റാത്ത 5 പേര് പിടിച്ച് താങ്ങി കൊണ്ടുവന്ന ഒരാൾ ഞങ്ങളൊരു ഡോക്ടറെ 5 മിനിറ്റ് കൊണ്ട് നമ്മളത് നടത്തിച്ച് വിട്ടിട്ടുണ്ട്.
അപ്പോൾ അതേപോലെയുള്ള ഒരു പണിയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കർക്കിടകത്തിലെ ഒഴിച്ചിൽ നമുക്ക് പ്രധാനമാണ്. ഈ കർക്കിടകത്തിലെ ഒഴിച്ചിൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു പുതുജന്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരീരം 11 മാസം നമ്മൾ ഓടിയാലും 1 മാസമെങ്കിലും നമ്മളെ ബോഡി ഈ തണുപ്പൊക്കെ പിടിച്ച് നല്ല ഐശ്വര്യമായിട്ട് ഒഴിച്ചിലൊക്കെ നടത്തി ഉള്ള ചെറു രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം നൽകി ഒരു പുതുജീവനോടുകൂടെ പുതു ഉണർവിലേക്ക് വരിക എന്നുള്ളതാണ് ഈ കർക്കിടകത്തിലെ ഒഴിച്ചിനെ സംബന്ധിച്ച് അതിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരക്കാണിപ്പോൾ. അത് പല രോഗങ്ങൾക്ക് വേറെ ട്രീറ്റ്മെൻറ്റായിട്ട് വേറെ ഉണ്ട്. അതിപ്പോൾ ഇവിടെ വന്ന മിക്ക ആൾക്കാർക്കും അത്യാവശ്യം നല്ലോണം മാറ്റം വരുന്നത് കൊണ്ട് ഞാൻ വരുന്നതെന്നൊക്കെ നല്ല പേഷ്യൻ്റാണ് അപ്പോൾ വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ കേട്ടറിഞ്ഞ് വരുവാണ്. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് അവർ വീണ്ടും തിരിച്ച് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു വിടുന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാ രീതികളും ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജീവനം മെഡിലാബിൽ വിവിധ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ചരമം. ആലശ്ശേരി ഇല്ലം ഭാഗത്തെ OT ബാലൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ ജാനകി, മക്കൾ ബിന്ദു, ബിജു, ഷാജി, മരുമക്കൾ സുരേന്ദ്രൻ, രമ്യ, ബബിജ. കൊളക്കാടിലെ പൂതമന ത്രേസ്യാമ്മ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ മാത്യു, മകൾ ഡെയ്സി, മരുമകൻ തങ്കച്ചൻ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കൊളക്കാട് സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉത്തരവിറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയില്ല. പ്രദേശവാസികൾ കഴിയുന്നത് ഭീതിയോടെ. ഇരിട്ടി പേരാവൂർ റൂട്ടിൽ കുഴികൾ അപകടക്കെണിയായി മാറുന്നു. ഇരിട്ടി താലൂക്ക് ആശുപത്രി റോഡ് തോടായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.